വിജയനഗര സാമ്രാജ്യം 1336 മുതൽ 1646 വരെയാണ് അവരുടെ ഭരണകാലം. തെക്കേ ഇന്ത്യയിലെ ഡക്കാൻ പ്രദേശത്ത് 15, 16, 17 നൂറ്റാണ്ടിൽ നിലനിന്നിരുന്നൊരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ നിർണായകമായി നിലകൊണ്ടിരുന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഹംപിയായിരുന്നു ഇതിൻ്റെ തലസ്ഥാനം. വളരെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു ഇത്. ഹോയ്സല രാജാവായ വീരഭല്ലായ മൂന്നാമൻ്റെ കീഴിൽ ഹരിഹരനും ബുക്കനും സേവനമനുഷ്ഠിച്ചു. വിജയനഗര സാമ്രാജ്യത്തിൽ 4 പ്രധാന രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത്: സംഗമ, സലുവ, ഇളുവ, അരവിഡു. 1336 ഹരിഹരൻ ഒന്നാമൻ സംഗമ രാജവംശത്തിലെ ഭരണാധികാരിയായി. അദ്ദേഹം മൈസൂരും മധുരയും പിടിച്ചെടുത്തു. 1356 ബുക്കൻ ഒന്നാമൻ അധികാരമേറ്റു. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. വടക്ക് കൃഷ്ണാനദി മുതൽ തെക്ക് കാവേരി നദി വരെയും പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ വരെയും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നു. ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജലസേചനത്തിനായി അദ്ദേഹം വലിയ ടാങ്കുകളും കനാലുകളും നിർമ്മിച്ചു. അദ്ദേഹം നാവിക ശക്തി വർദ്ധിപ്പിച്ചു. പോർച്ചുഗീസ് അറബി വ്യാപാരികളുമായി അദ്ദേഹം സൗഹൃദ ബന്ധം പുലർത്തി. തൻ്റെ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചു. കലയെയും വാസ്തുവിദ്യയെയും സംരക്ഷിച്ച ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വിജയനഗര സാമ്രാജ്യം പ്രതാപത്തിൻ്റെ പാരമ്യത്തിലെത്തി. അദ്ദേഹം മികച്ചൊരു പണ്ഡിതനായിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന 8 പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നു. കൃഷ്ണദേവരായരുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. പല പ്രവിശ്യ ഗവർണർമാരും സ്വതന്ത്രരായി. ബീജാപൂരിലെയും ഗോൽക്കൊണ്ടയിലെയും ഭരണാധികാരികൾ വിജയനഗരത്തിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ക്രമേണ സാമ്രാജ്യം ക്ഷയിക്കുകയാണ് ഉണ്ടായത്.